ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും ആഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻറ്റഗ്രേഷൻ ഡേ 3 അഥവാ ഉത്കൃതനം 3ാം ദിവസമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചറെ കൂട്ടുകാർക്കുള്ള പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ മുന്നിൽ ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല അല്ലേ. വേഗം നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പൂക്കൾ എണ്ണാം. നോക്കിക്കേ കൂട്ടുകാരെ, അവിടെ ഒത്തിരി പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. കൂട്ടുകാർക്കുള്ള പ്രവർത്തനം ഇതാണ്. പൂക്കൾക്ക് നിറം നൽകിയിട്ട് അവ ഓരോന്നും എത്ര എണ്ണം വീതമാണ് ഉള്ളതെന്ന് എണ്ണ എഴുതാനായിട്ടാണ്. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യത്തെ കൂട്ടത്തിന് ചുവപ്പ് നിറമാണ് നൽകേണ്ടത്. അതവിടെ നമുക്ക് നിറം തന്നിട്ടുണ്ട് അല്ലേ, ചുവപ്പെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ നോക്കിക്കേ, എത്ര പൂക്കളാണ് അവിടെയുള്ളത്? അതെ, 3 പൂക്കളാണുള്ളത് അല്ലേ. അപ്പോൾ ആ 3 പൂക്കൾക്ക് മക്കൾ ചുവപ്പ് നിറം വേണം നൽകാനായിട്ട്. അടുത്ത നോക്കിക്കേ മക്കളെ, അടുത്ത കൂട്ടത്തിന് മഞ്ഞ നിറമാണ് നൽകേണ്ടത്. എത്ര പൂക്കളുണ്ട്? 7 മഞ്ഞ പൂക്കളാണുള്ളത്. അപ്പോൾ മക്കൾ അവിടെ എത്രയെന്ന് എഴുതണം? 7 വേണം എഴുതാനായിട്ട്. അടുത്ത കൂട്ടം നോക്കിക്കേ മക്കളെ, അവയ്ക്ക് നീല നിറമാണ് നൽകേണ്ടത്. അവിടെ എത്ര പൂക്കളാണുള്ളത് നോക്കിക്കേ. അവിടെ 8 പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം മക്കൾ അവിടെ 8 പൂക്കൾക്കും ഏത് നിറം വേണം നൽകാനായിട്ട്? നീല നിറം വേണം നൽകാനായിട്ട്. അവിടെ തന്നെ കൂട്ടുകാർക്ക് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏത് നിറത്തിലുള്ള പൂക്കളാണ്? ഏത് നിറത്തിലാണ് മക്കളെ? അതെ, നീല നിറത്തിലാണ് ഏറ്റവും കൂടുതൽ എണ്ണം പൂക്കളുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. 4 ഇതളുകളുള്ള പൂവിനും 5 ഇതളുകളുള്ള പൂവിനും നിറം നൽകൂ എന്നാണ് പറഞ്ഞത് അല്ലേ. നോക്കിക്കേ മക്കളെ, അവിടെ ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ഇതളുകളുടെ എണ്ണം ഒന്ന് നോക്കിക്കേ. എല്ലാ പൂക്കളിലും ഒരേ എണ്ണമാണോ ഇതളുകളുള്ളത്? അല്ല അല്ലേ. മക്കളടുത്ത് പറഞ്ഞത് തന്നിട്ടുള്ള പൂക്കളിൽ 4 ഇതളുള്ളതിനും അതുപോലെ തന്നെ 5 ഇതളുകളുള്ള പൂവിനും നിറം നൽകാനാണ് കേട്ടോ. ആദ്യത്തെ പൂ നോക്കിക്കേ മക്കളെ, 4 ഇതളുകളുണ്ട്. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള നിറം അവിടെ നൽകാം കേട്ടോ. അടുത്ത നോക്കിക്കേ, 3 ഇതളേ ഉള്ളൂ. നിറം നൽകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, 5 ഇതളുള്ള പൂവാണ്. അപ്പോൾ അവിടെ മക്കൾ നിറം നൽകണം. അവസാനം തന്ന പൂ നോക്കിക്കേ, 6 ഇതളുണ്ട് അല്ലേ. അപ്പം മക്കൾ അവിടെ നിറം നൽകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കളർ ബോക്സൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിൻ്റെ മുന്നേയായിട്ട് 1ാമത്തെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ആ കാര്യമൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, കുളത്തിൽ ആരെല്ലാം? വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്നവർ ആരെല്ലാം? അവരെ കുളത്തിലേക്ക് വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ അവിടെ ചിത്രത്തിൽ ഒരു കുളം കണ്ടോ? കുളത്തിന് ചുറ്റും ഒരുപാട് കൂട്ടുകാർ ഇരിപ്പുണ്ട് അല്ലേ. ആരൊക്കെയാണ്? പുഴു, താറാവ്, തവള, ഉറുമ്പ്, ആമ, പൂമ്പാറ്റ, കാക്ക, ഞണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി ജീവികളുണ്ട്. അപ്പം മക്കളടുത്ത് പറഞ്ഞത് കുളത്തിൽ ജീവിക്കാൻ കഴിയുന്നവരെ കുളത്തിലോട്ട് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ ആയിരിക്കും മക്കളെ? നോക്കിക്കേ, നമുക്ക് തവളയെ വരയ്ക്കാം, താറാവിനെ വരയ്ക്കാം, ആമയെ വരയ്ക്കാം, ഞണ്ടിനെയൊക്കെ വരയ്ക്കാം അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ആ കൂട്ടുകാരെയൊക്കെ എവിടേക്ക് വരച്ച് ചേർക്കണം? തന്നിട്ടുള്ള കുളത്തിലേക്ക് വരച്ച് ചേർക്കണം. വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനം അല്ലേ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാർക്കറിയാലോ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗണിതത്തിൽ നിന്നും അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. 2 ദിവസം കൂട്ടുകാർ എക്സാം എഴുതി കഴിഞ്ഞതാണല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കിക്കേ, 5ൻ്റെ കൂട്ടുകാരെ കണ്ടെത്തി എഴുതൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ അവിടെ കുറച്ച് ചിത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് ടേബിളൊക്കെ കണ്ടോ? നോക്കിക്കോ മക്കളെ, എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? 5ൻ്റെ കൂട്ടുകാരെയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ അവിടെ തന്നിട്ടുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ടിയിട്ട് കൂടുണ്ടാക്കുകയാണ്. അപ്പം കൂടുണ്ടാക്കുന്നത് കമ്പുകളും ഇലകളും നാരുകളൊക്കെ ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ട കൂടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ കൂട്ടുകാരും എത്ര എണ്ണം വീതം കമ്പുകളും നാരുകളും ഇലകളൊക്കെ ഉപയോഗിച്ചു എന്നതാണ് മക്കളെ കണ്ടെത്തേണ്ടത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യം നമ്മുടെ മുയലാണ്.
മുയൽ ഉപയോഗിച്ചിട്ടുള്ള കമ്പുകളും നാരുകളുടെയും ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, കമ്പുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? കമ്പ് 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നാരുണ്ടായിരിക്കുക മക്കളെ? അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 നാരാണ് ഉണ്ടാവുക അല്ലേ മക്കൾ? അവിടെ 3 വേണം എഴുതാനായിട്ട്. അടുത്ത് നോക്കിക്കേ മക്കളെ, തത്തയുടെ കമ്പിൻ്റെയും ഇലകളുടെയും എണ്ണം നമുക്ക് തന്നിട്ടില്ല, പക്ഷെ ചിത്രത്തിലുണ്ട് അല്ലേ? എത്ര കമ്പുകളാണ്? 3 കമ്പുകളും 2 ഇലകളും. അടുത്ത് നോക്കിക്കേ മക്കളെ, അണ്ണാന് എത്ര ഇലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? 1 ഇല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം മക്കൾ അവിടെ 1 എഴുതണം. എത്ര നാര് ഉപയോഗിച്ചിട്ടുണ്ട്? 4 നാര് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി മക്കളടുത്ത് പറഞ്ഞത് വരയ്ക്കാം, എഴുതാം. അതായത് നമുക്ക് മറ്റൊരു കിളിയെ കൂടി അവിടെ തന്നിട്ടുണ്ടല്ലേ? അവൾ എത്ര കമ്പും എത്ര നാരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മക്കളടുത്ത് വരയ്ക്കാനും അതോടൊപ്പം തന്നെ അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്കറിയാമല്ലേ 5ൻ്റെ കൂട്ടുകാരെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? എത്ര കമ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും? 2 കമ്പുകളും 3 നാരുകളും എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിലോ 1 കമ്പും 4 നാര് അല്ലേ? അല്ലെങ്കിൽ 4 കമ്പും 1 നാരും. ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ വരയ്ക്കുകയും അതുപോലെ തന്നെ എഴുതി ചേർക്കാവുകയും ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രണ്ടും കൂടിയും ചേർത്താൽ 5 ഉത്തരം വരുന്ന രീതിയിൽ വേണം മക്കൾ അവിടെ വരച്ച് ചേർക്കാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. കൂടുകൾ, ജീവികളും അവയുടെ കൂടുകളും വരച്ച് യോജിപ്പിക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്കൊരു സൈഡിൽ കുറച്ച് ജീവികളുടെ കൂടുകളുടെ ചിത്രങ്ങളും തൊട്ടടുത്തായിട്ട് കുറച്ച് ജീവികളുടെ ചിത്രങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കൂടും നോക്കിയിട്ട് അത് ഏത് ജീവിൻ്റെതാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അവയിലോട്ട് വരച്ച് ചേർക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഏതൊക്കെയാണ്? ഉറുമ്പുണ്ട്, ചിലന്തി, അതുപോലെ തന്നെ തത്ത. ഈ 3 ജീവികളാണോ ഉള്ളത്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവയുടെ കൂട്ടിലോട്ട് വരച്ച് ചേർക്കാം അല്ലേ? ഓക്കെ മക്കളെ, ആദ്യം തന്നിട്ടുള്ള കൂട് ഏതാണ്? ഒരു ചിലന്തി വലയാണ് തന്നിട്ടുള്ളത് അല്ലേ? അത് ആരുടെ കൂടാണ്? എല്ലാ മക്കൾക്കും അറിയാം ആരതാണ്. ചിലന്തിയുടേതാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം മക്കൾ? ചിലന്തിയിലോട്ട് വേണം വരച്ച് ചേർക്കാനായിട്ട്. അതായത് 2ാമത്തെ ചിത്രം കേട്ടോ. അടുത്ത് നോക്കിക്കേ മക്കളെ, ഒരു മരപ്പൊത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ആരാണ് മരപ്പൊത്തിൽ താമസിക്കുന്നത്? തത്തയാണ് മരപ്പൊത്തിൽ താമസിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ തത്തയെ വേണം അവിടോട്ട് വരച്ച് ചേർക്കാനായിട്ട്. അടുത്ത് നോക്കിക്കേ മക്കളെ, ഇലകൾ കൊണ്ടുള്ള ഒരു കൂടാണല്ലേ? ആരായിരിക്കും അത്തരത്തിലൊരു കൂടുണ്ടായിരിക്കുക? നമുക്കറിയാം, ഉറുമ്പാണ് അത്തരത്തിലൊരു കൂടുണ്ടാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചിത്രത്തെ ഉറുമ്പിൻ്റെ നേരെ വേണം വരച്ച് ചേർക്കാനായിട്ട്. എല്ലാ കൂട്ടുകാരും ചെയ്തില്ലേ? ഇനി അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ചിത്രം വരയ്ക്കൂ. അപ്പം മക്കൾ എവിടെയാണ് താമസിക്കുന്നത്? നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അവിടെ തന്നിട്ടുള്ള ആ ഒരു സ്ഥലത്ത് വീട് എന്ന് എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു വീടിൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിറം നൽകാൻ കഴിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നല്ലൊരു വീടിൻ്റെ ചിത്രം വരച്ച ശേഷം മനോഹരമായിട്ട് ആ ഒരു വീടിന് നിറം നൽകാൻ കൂടി മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും പ്രവർത്തനം ഇഷ്ടമാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. ഇനി നമുക്ക് വീണ്ടും വരുന്നത് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചേ. ചാമ്പക്കയും പേരയ്ക്കയും ആകെ എത്രയെന്ന് എഴുതൂ. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ആമയും അതുപോലെ തന്നെ ജാനിക്കും തിന്നാനായിട്ട് നമ്മൾ പേരയ്ക്കയും ചാമ്പക്കയും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള പേരയ്ക്കയുടെയും ചാമ്പക്കയുടെയും എണ്ണമൊക്കെ നമുക്ക് അവിടെ പട്ടികയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും എത്ര എണ്ണം വീതം കഴിച്ചു എന്നതാണ് മക്കളടുത്ത് കണ്ടെത്തി എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് എത്ര പേരയ്ക്ക കഴിച്ചു, എത്ര ചാമ്പക്ക അവർ 2 പേരും കൂടി കഴിച്ചു എന്നതൊക്കെയാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ? അവിടെ നമുക്ക് ജാനി കഴിച്ച പേരയ്ക്കയുടെ എണ്ണവും ചാമ്പക്കയുടെ എണ്ണയും അതുപോലെ തന്നെ ആമി കഴിച്ച പേരയ്ക്കയുടെ എണ്ണവും ചാമ്പക്കയുടെ എണ്ണവും തന്നിട്ടുണ്ട്. ആദ്യം മക്കളടുത്ത് പറഞ്ഞത് ആമിയും ജാനിയും കൂടി ആകെ എത്ര പേരയ്ക്ക കഴിച്ചു എന്നതാണ് കേട്ടോ. നമുക്കറിയാം, ജാനി 8 പേരയ്ക്കയും ആമി 12 പേരയ്ക്കയും തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 8ലോട്ട് 12 ചേർത്ത് നോക്കിയാൽ മതിയില്ലേ? രണ്ടും കൂടി കൂട്ടിയാൽ മതി. എത്രയായിരിക്കും മക്കളെ ആൻസർ വരുന്നത്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മക്കൾ ഉത്തരത്തിലെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. 20 ആയിരിക്കും ആൻസർ കിട്ടുക. അടുത്ത നോക്കിക്കേ, ചാമ്പ അല്ലേ? നമ്മുടെ ജാനി 6 ചാമ്പക്കയും അതുപോലെ തന്നെ ആമി 7 ചാമ്പക്കയും തിന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയായിരിക്കും മക്കളെ? 13 ആയിരിക്കും അല്ലേ? ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ കണക്കാണ് നമുക്ക് അവിടെ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ,
ജാനി 9 പേരയ്ക്കയും ആമി 9 പേരയ്ക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 18 ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അല്ലേ? ചാമ്പക്കം നോക്കിക്കേ, ജാനി 5 എണ്ണവും ആമി 9 എണ്ണമാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ചാമ്പക്ക അവർ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും? 5 + 9 ചെയ്യണം അല്ലേ? 5 കൂട്ടണം 9 എത്രയാണ്? 14 ആൻസർ വരിക അല്ലേ? ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. തിന്നാൻ നൽകിയ 8 പേരയ്ക്കയിൽ നിന്ന് 3 എണ്ണം മാത്രമേ ജാനി തിന്നുള്ളൂ എങ്കിൽ അതിൽ എത്ര എണ്ണം ബാക്കി ഉണ്ടായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ബാക്കി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബാക്കി കണ്ടെത്താനായിട്ട് എന്താണ്, ഏത് ക്രിയയാണ് നമ്മൾ ചെയ്യുക? കുറയ്ക്കേണ്ട ക്രിയയാണ് ചെയ്യുക അല്ലേ? നോക്കിക്കേ, അപ്പം നമുക്കറിയാം തിന്നാൻ നൽകിയത് ആകെ 8 എണ്ണമാണ്. അവൾ എത്രയാണ് തന്നിട്ടുള്ളത്? 3 എണ്ണേ തന്നിട്ടുള്ളൂ. ബാക്കി കണ്ടെത്താൻ എന്ത് ചെയ്യണം? 8 കുറയ്ക്കണം 3 ചെയ്യണം. ആൻസർ എത്ര കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും അല്ലേ? എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ടീച്ചറെ ആൻസർ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിർബന്ധമായിട്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം കേട്ടോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേഗം ഇന്ന് രാത്രി ഇരുന്ന് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. നോക്കിക്കേ, ഇവർ ആരെല്ലാം, നമുക്കവിടെ കുറച്ച് ജീവികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ഓരോ ജീവികളും പറയുന്ന ഡയലോഗ്സ് നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് ഏതാണ് ജീവി എന്ന് മക്കൾ കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള കുളത്തിൽ വേണം എഴുതാനായിട്ട്. നോക്കിക്കേ മക്കളെ, മരത്തിൽ കൂടുണ്ടാക്കും, വായനാര്, പഞ്ഞി എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. ആരാണ് മക്കളെ അത്? അണ്ണാനാണ് ആൻസർ വരുന്നത് അല്ലേ? അടുത്ത് നോക്കിക്കേ, മെഴുക് കൊണ്ടുള്ള കൂട്, കൂട്ടിൽ ഒത്തിരി അറകളുണ്ട്. ആരാണ് മക്കളെ? മെഴുക് കൊണ്ടുള്ള കൂട്, കൂട്ടിൽ ഒത്തിരി അറകൾ. നമുക്ക് ആൻസർ അറിയാം, തേനീച്ചയാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അടുത്ത് നോക്കിക്കേ, മണ്ണ് തുരന്ന് മാളമുണ്ടാക്കും, ആ മാളത്തിലാണ് താമസിക്കുന്നത്, മാളത്തിൽ കുറേ അറകളുണ്ട്. ഉത്തരം എന്താണ്? എലിയാണ് ഉത്തരം വരുന്നത് അല്ലേ? ഓക്കെ മക്കളെ, ഇനി ഇതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കൂ. ഇവർ പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 2 ജീവികളുടെ ചിത്രങ്ങൾ കൂടി അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഉറുമ്പ് അതുപോലെ തന്നെ കാക്ക. ഇവർ 2 പേരും എന്തായിരിക്കും അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നതാണ് മക്കളത് സ്വയം അവിടെ എഴുതാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഉറുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഉറുമ്പ് എവിടെയാണ് മക്കളെ കൂടുണ്ടാക്കുന്നത്? മണ്ണിലാണ് കൂടുണ്ടാക്കുന്നത്. ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ കാക്കയാണെങ്കിലോ എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്? ചുള്ളിക്കമ്പുകളും മറ്റും ഉപയോഗിച്ചാണ് കാക്ക മരത്തിൽ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? ഓരോ ജീവികളും പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. ആനയെ ഓടിച്ച് കഥയിലെ ചിത്രങ്ങളും വാക്യങ്ങളും തമ്മിൽ വരച്ച് യോജിപ്പിക്കൂ. അപ്പം നമുക്ക് അവിടെ ഒരു സൈഡിൽ കുറച്ച് ചിത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് വാക്യങ്ങളും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ചിത്രവും നോക്കി ആ ചിത്രത്തിന് യോജിച്ച വാക്യം ഏതാണെന്നുള്ളത് അവിടെ നിന്ന് വായിച്ച് കണ്ടെത്തിയിട്ട് മക്കൾ അതിലോട്ട് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, ആ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കേ. ഇനി ആദ്യത്തെ വാക്യം എന്താ നോക്കിക്കേ, തുമ്പിക്കൈയിൽ കടിച്ചു എന്നതാണ് അല്ലേ? അത് ഏത് ചിത്രവുമായി ബന്ധപ്പെട്ടതാണ്? അതെ, 3ാമത്തെ ചിത്രമാണ് അല്ലേ? അപ്പം മക്കൾ അതിലോട്ട് വേണം വരയ്ക്കാനായിട്ട്. അടുത്ത് നോക്കിക്കേ മക്കളെ, കൂട്ടുകാർ ഉറുമ്പിൻ്റെ അടുത്തെത്തി. കൂട്ടുകാർ ഉറുമ്പിൻ്റെ അടുത്തെത്തി, ഏതാണ് ആ ചിത്രം? അതെ, 1ാമത്തെ ചിത്രമാണ് അല്ലേ? അടുത്ത് നോക്കിക്കേ, ആന ഓടി. ആന ഓടി അല്ലേ? അതേതാണ്? ലാസ്റ്റ് ചിത്രമാണ് അല്ലേ ആന ഓടി എന്നുള്ളത്. അടുത്തത് ഏതാണ്? ഞാൻ വരാം അല്ലേ? ഞാൻ വരാം എന്നത് ആര് പറഞ്ഞതായിരിക്കും? ഉറുമ്പ് പറഞ്ഞതായിരിക്കും അല്ലേ? അപ്പോൾ അത് 2ാമത്തെ ചിത്രത്തിൽ വേണം വരയ്ക്കാനായിട്ട്. ഇനി നോക്കിയ മക്കൾ, കഥയിൽ ആരൊക്കെയാണ് ഇഷ്ടം? ചിത്രം വരയ്ക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, ഇഷ്ടപ്പെട്ടവരെ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാടാം, രസിക്കാം, വരികൾ കൂട്ടിച്ചേർക്കാം. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ചെറിയൊരു പാട്ട് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ കുറച്ച് വരികളൊക്കെ നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അതിലേക്ക് മക്കൾക്ക് കൂടുതൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞത്. അതിലേക്ക് ഹെൽപ്ഫുള്ളാവുന്ന കുറച്ച് ചിത്രങ്ങളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങളും അവിടെ തന്നിട്ടുള്ള പാട്ടിലെ വരികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? ആ ഒരു തന്നിട്ടുള്ള പാട്ടിലോട് കുറച്ചുകൂടി വരികൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യം അവിടെ തന്നിട്ടുള്ള പാട്ട് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഓലത്തുമ്പിൽ കൂട്, കുരുവിക്കുഞ്ഞിൻ കൂട്, മാവിൻ കൊമ്പിൽ കൂട്, കാക്കക്കുഞ്ഞിൻ കൂട് അല്ലേ?
അപ്പം പക്ഷികളും അതുപോലെ തന്നെ അവരുടെ കൂടുകളെ കുറിച്ചൊക്കെയുള്ള പാട്ടാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, നെല്ലി മരത്തിൽ എന്നത് നമുക്ക് അവിടെ കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ വായിച്ചില്ലേ എന്താണ്, ഓലത്തുമ്പിൻ കൂട് കുരുവി കുഞ്ഞിൻ കൂട് മാവിൻ കൊമ്പിൻ കൂട് കാക്ക കുഞ്ഞിൻ കൂട്. അതുപോലെ നമുക്ക് എന്ത് പറയണം, നെല്ലിമരത്തിൽ കൂട് അല്ലേ. ആരുടെ കൂടാണ് നെല്ലിമരത്തിലുള്ളത്, മക്കൾ ചിത്രം നോക്കിക്കേ, കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടല്ലേ. അപ്പം എന്ത് ചെയ്യുക, അതുകൂടി വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കവിതയിലോട്ട് വരികൾ മക്കൾ കൂട്ടിച്ചേർത്തിട്ട് എഴുതുക കേട്ടോ. അതിനുശേഷം കൂട്ടുകാർ എന്ത് ചെയ്യുക, നന്നായിട്ട് മനോഹരമായിട്ട് ആ പാട്ടൊന്ന് പാടി നോക്കുകയും വേണം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 3 പൂക്കൾ വായിക്കൂ, വരച്ച് ചേർക്കൂ. നമുക്കവിടെ 3 പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടില്ലേ. ഏതൊക്കെയാണ്, തുമ്പ, ചെമ്പരത്തി, അതുപോലെ മല്ലിക അല്ലേ. ഈ 3 പൂക്കളെ കുറിച്ചും അവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പൂക്കൾക്ക് മാച്ചാവുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ജസ്റ്റ് അതിലോട്ട് വരച്ച് ചേർക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പം നോക്കിക്കുക മക്കളെ, 5 ഇതളുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് വരയ്ക്കാം, ചെമ്പരത്തിയിലോട്ട് വരയ്ക്കാം അല്ലേ. അതുപോലെ തന്നെ 1 ഇതൾ പൂവ്, അതേതാണ്, തുമ്പയിലോട്ട് വരയ്ക്കാം. പിന്നെ നിറം നൽകാൻ ഉപയോഗിക്കുന്നു, അതെന്തിലേക്ക്, നമുക്ക് ചെമ്പരത്തിയിലോട്ട് വരയ്ക്കാം. പിന്നെ അതുപോലെ ധാരാളം ഇതളുകളുണ്ട്, അത് ഏതിനാണ് മക്കളെ, മല്ലികയ്ക്കാണ് ധാരാളം ഒരുപാട് ഇതളുകൾ ഉള്ളത് അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ, കുഞ്ഞു പൂവ് ഏതാണ് തന്നിട്ടുള്ളതിൽ, കുഞ്ഞു പൂവ് തുമ്പയാണ് അല്ലേ. അടുത്തത് വെള്ള നിറത്തിൽ മാത്രം കാണും, തന്നിട്ടുള്ളതിൽ തുമ്പപ്പൂ മാത്രമാണ് വെള്ള നിറത്തിൽ കാണുന്നത് അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്, പല നിറത്തിൽ കാണാം. നമുക്ക് ചെമ്പരത്തി പൂവ് പല നിറത്തിൽ കാണാം അല്ലേ. വെള്ളയായിട്ടും ചുവപ്പായിട്ടും മഞ്ഞയായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെമ്പരത്തി പൂവിന് കാണാനായിട്ട് കഴിയും. അതുപോലെ വലിയ ഇതളുകൾ ഏതിനാണ്, വലിയ ഇതളുകളത് ചെമ്പരത്തിക്കാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വേണം മക്കൾ ഓരോ പൂവിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അവ വരച്ച് യോജിപ്പിക്കാനായിട്ട്. ഓക്കെ കൂട്ടുകാരെ, അടുത്ത പ്രവർത്തനം നോക്കൂ. അഴകുള്ള തോട്ടം നിറം നൽകൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു തോട്ടത്തിൻ്റെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മക്കളടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ആ ഒരു തോട്ടത്തിൽ നിറം നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഓരോന്ന് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ നിറം ഏത് കൊടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിറം നൽകുക കേട്ടോ. അപ്പോൾ തോട്ടത്തിൻ്റെ ചിത്രമാണ്, ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്, കിളികളുണ്ട്, പിന്നെന്താണ്, ഒരു കുഞ്ഞ് വീടുണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിനും യോജിച്ച രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ നാളത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.